1998 മെയ് 13 രണ്ടാം പൊക്രാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയെ കൂടുതൽ ശക്തയാക്കുകയായിരുന്നു. രാജ്യത്തിന്റെ പ്രതിച്ഛായ മാറ്റിയ ആ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അന്നത്തെ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിക്ക് പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്ററായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു സന്ദേശം അയച്ചു. ബുദ്ധൻ വീണ്ടും ചിരിച്ചു. പിൽക്കാലത്ത് കലാം ഇന്ത്യയുടെ എല്ലാമായി മാറുകയായിരുന്നു. പിന്നീട് 11ാമത്തെ രാഷ്ട്രപതിയുമായി. കരുത്തിന്റെ അഗ്നിച്ചിറകുകൾ ഇന്ത്യക്ക് നൽകിയ മഹാപ്രതിഭ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 10 ആണ്ടുകൾ പിന്നിടുന്നു. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് 84-ാം വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. രാമേശ്വരം കടലിന് കുറുകെ പറക്കുന്ന കൊച്ചികളെ കണ്ട് പറക്കാൻ മോഹിച്ച ബാല്യമായിരുന്നു അബ്ദുൽ കലാമിന്റേത്. രാമേശ്വരത്തെ ആകാശം മാത്രമല്ല, പൂഴിമണൽ പരന്ന ഭൂമിയും ഈ മനുഷ്യന് പാഠശാലയായിരുന്നു. രാമേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിയായ പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിയും പിതാവായ ജൈനു ലാബ്ദിനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ബാങ്കുവിളിയോടൊപ്പം മുഴങ്ങുന്ന ക്ഷേത്രമണിനാദങ്ങളിൽ നിന്നും അദ്ദേഹം മതങ്ങളെക്കുറിച്ചും ആത്മീയയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞു. പത്രം വിതരണം ചെയ്തു നടന്ന പ്രഭാതങ്ങളിൽ നിന്ന് സാധാരണ മനുഷ്യ ജീവിതത്തെ അടുത്തറിയുകയായിരുന്നു അദ്ദേഹം. പിന്നീട് സതീഷ് ധവാനിൽ നിന്നും വിക്രം സാരാഭായിൽ നിന്നും ശാസ്ത്ര സാങ്കേതികതയുടെ വെളിച്ചം ഉൾക്കൊണ്ടു. അങ്ങനെ അബ്ദുൽ കലാമിൽ ഒരേ സമയം ശാസ്ത്രവും മതവും ശുദ്ധ ആത്മീയതയും പൊതുബോധവും അപൂർവമായി സംഗമിക്കുകയായിരുന്നു. അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിലൂടെ കലാം ലോകത്തോട് പറഞ്ഞത് തന്റെ ഈ ജീവിതത്തെയാണ്. കലാം അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിലൂടെ ലോകത്തെ അറിയിച്ചത്. ലോകത്തോട് എന്നതിലധികമായി പുതിയ തലമുറയോടാണ് കലാം അരുൺ തിവാരിയുമായി ചേർന്ന് രചിച്ച ആ പുസ്തകത്തിലൂടെ സംസാരിക്കാനായി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ സ്വപ്നം എന്ന വാക്കാണ് അദ്ദേഹം തന്റെ ആത്മകഥയിൽ ഏറ്റവും അധികം നിറച്ചുവെച്ചത്. ഇറങ്ങിയ ഉടനെ ആ പുസ്തകത്തിന് അപൂർവമായി സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. യുവതലമുറ ആ പുസ്തകത്തെ നിരാശയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള സഞ്ജീവനിയായി കണ്ടു. എത്രയോ മാതാപിതാക്കൾ ഈ പുസ്തകം മക്കൾക്ക് നേർവഴിയിലേക്കുള്ള ഉപകാരമായിട്ട് നൽകിയിട്ടുണ്ട്. സ്വപ്നം കാണാനുള്ള പരിശീലന പുസ്തകമായി പലരും ഈ ഗ്രന്ഥത്തെ തിരഞ്ഞെടുത്തിരുന്നു. കൂടാതെ ലക്ഷക്കണക്കിന് കോപ്പികളും വിറ്റഴിഞ്ഞു. ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ലോകത്തെ ഇത്രയധികം പ്രചോദിപ്പിക്കുകയും വായിപ്പിക്കുകയും ചെയ്ത ഒരു ഇന്ത്യക്കാരന്റെ ആത്മകഥ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സ്വപ്നം കാണുക, ഊർജ്ജത്തോടെ പ്രവർത്തിക്കുക, ഇത് രണ്ടുമായിരുന്നു കലാം എന്ന വ്യക്തിയുടെ ജീവിത ദർശനം. കുട്ടികളെ മാത്രമല്ല, മുതിർന്നവരെയും രാഷ്ട്രീയ നേതാക്കളെയും മാതാപിതാക്കളെയും സ്ത്രീകളെയും എല്ലാം തന്നെ കലാം നിരന്തരം പ്രതീക്ഷയാൽ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന് അദ്ദേഹം തന്റെ 2ാം പുസ്തകത്തിന് പേര് നൽകുമ്പോൾ അത് കലാം എന്ന മനുഷ്യന്റെ ദർശനത്തിന്റെ സാരസർവസ്വമായിരുന്നു. ഇതിലും കലാം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഊർജത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് പരാജയങ്ങളിൽ നിന്നാണ് താൻ തന്റെ പാഠങ്ങളിൽ ഏറെയും പഠിച്ചതെന്ന് എവിടെയും അദ്ദേഹം ആവർത്തിച്ചു പറയുമായിരുന്നു. അഗ്നി മിസൈൽ എന്ന ആദ്യ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ നിരാശപ്പെടാനല്ല, കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുവാനുള്ള അവസരമായി കാണാനാണ് താൻ ശ്രമിച്ചതെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതി എന്ന മഹത്തരമായ പദവി ഈ മനുഷ്യന്റെ അതുവരെ തുടർന്ന ജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. രാത്രി വൈകും വരെ അദ്ദേഹം നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന ഇമെയിലുകൾക്ക് മറുപടികൾ അയക്കുമായിരുന്നു. പ്രതിദിനം 400-ലധികം ഇമെയിലുകൾ അദ്ദേഹത്തിന് വരുമായിരുന്നു. അതിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടേതു മുതൽ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരുടെ സംശയങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. എല്ലാറ്റിനും പുലർച്ചെ 2 മണി വരെ ഇരുന്ന് അദ്ദേഹം മറുപടി അയക്കും. പല വ്യക്തികളുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ വരെ കലാം അടുത്ത ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇടപെടും. കുട്ടികൾ മുതൽ കമിതാക്കൾ വരെ അയക്കുന്ന പരാതികൾക്ക് പരിഹാരം കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് ഉറക്കം വരുമായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ അടിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കുട്ടി അയച്ച ഇമെയിലിന് മറുപടിയായി കലാം ചെയ്തത് ആ മാതാപിതാക്കളെ നേരിട്ട് വിളിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രണയത്തിന് വീടും നാടും തടസ്സം നിൽക്കുന്നു എന്ന് കാണിച്ച് യുവതി മെയിൽ അയച്ചപ്പോൾ കലാം എന്ന അവിവാഹിതൻ അതിലിടപെട്ട് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയാണ് ഉണ്ടായത്.